അച്ഛൻ വന്നപ്പോഴേക്കും ഹസ്ബൻഡ് പോയി തല പിടിച്ച് അച്ഛൻ കൈ ഇങ്ങനെ വെച്ചപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞ് തീയും വെള്ളവും സൂക്ഷിക്കണോട്ടാ, നീ നോക്കിക്കോട്ടാന്ന് പറഞ്ഞ്. അപ്പോഴും ഞങ്ങൾ തമാശയായിട്ട് അച്ഛൻ പറഞ്ഞത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എന്താണെന്നൊന്നും അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഞങ്ങൾ രണ്ടുപേരും മൈൻഡ് ചെയ്യാതെ പോയി ചൊവ്വാഴ്ച പോയി, ബുധൻ വ്യാഴം വെള്ളി ശനിയാഴ്ച വൈകുന്നേരം 4 മണിയായപ്പോഴേക്കും കൃത്യമായിട്ട് പൊള്ളലേറ്റി 60 above പൊള്ളി. ഞങ്ങൾ പിന്നത്തെ ഉണ്ടായ അത്ഭുതം എന്താണെന്ന് എൻ്റെ ഹസ്ബൻഡ് എന്നെ നേരിട്ട് പറയും. ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ പറഞ്ഞ് കൈ ഒഴിഞ്ഞ് കിട്ടൂലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വാ നമുക്ക് എറണാകുളം ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ പോയി അഡ്മിറ്റായി. 2-ാം ദിവസം എൻ്റെ ശരീരമൊക്കെ വീർത്ത് ഇരുമ്പും കട്ടിലായിരുന്നു, അതൊടിഞ്ഞ് വീണ്. അപ്പോൾ കാലിലൊക്കെ വെയിൻ കിട്ടാത്തതുകൊണ്ട് കിട്ടൂലെന്ന് പറഞ്ഞ് കൈ ഒഴിഞ്ഞ്. അപ്പോൾ ഇവള് പറഞ്ഞ് അച്ഛനെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ പ്രാർത്ഥന സഹായം തേടി. അതിന് ശേഷം ഞാൻ കിടന്നുറങ്ങണ സമയത്ത് ഇയാൾ പ്രാർത്ഥിക്കണമായിരുന്നു, എൻ്റെ കട്ടിൽ കമന്നിരുന്നിരുന്നു. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ സിസ്റ്ററിന് വെയിൻ കിട്ടാളല്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഒരു 8 മണി 9 മണി പാകത്തിലായപ്പോൾ എൻ്റെ കാലയിൽ എനിക്ക് ഭയങ്കര കുളിര് തന്നെ. കുറേ നേരം ഇപ്പോൾ എൻ്റെ കാലയിൽ ഒരു സ്ത്രീ, നീല ഉടുപ്പിട്ട സ്ത്രീ കൊച്ചിനെ പിടിച്ച് മാറ്റി തടകണം എനിക്ക് അനുഭവപ്പെട്ട്. ഞാൻ പറഞ്ഞു ബിന്ദു, ഒരു സ്ത്രീ ഒരു കൊച്ചിനെ പിടിച്ച് എൻ്റെ കാലിൽ തടകുന്നുണ്ട്. അപ്പോൾ സിസ്റ്റർ ചോദിച്ചു എന്ത് പറ്റി മാക്സിമം പറഞ്ഞു. സിസ്റ്റർ എങ്ങനെ എനിക്ക് കുളിര് വന്നു ഭയങ്കര എന്തോരെ, ഒരു സ്ത്രീ കൊച്ചിനെ പിടിച്ച് തടകിയിട്ട് പോകണമെന്നുണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് സിസ്റ്റർ ഒന്ന് കാല് നോക്കിയപ്പോൾ കാലിൽ നീരൊക്കെ മാറി വെയിൻ തെളിഞ്ഞ് കിട്ടുന്നത്. അപ്പോൾ അവർ പറഞ്ഞതെന്നറിയോ, വെയിൻ കിട്ടാണ്ടായപ്പം കട്ട് ചെയ്ത് പ്ലാസ്മ കെട്ടണമെന്നാണ് പറഞ്ഞത്. അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടന്നു വെച്ച് കഴിഞ്ഞാൽ എന്നെ കാലിൽ മാതാവ് തടകണമായിട്ട് ഞാൻ ശരിക്കും കണ്ടതാണ്. അതിൻ്റെ അനുഭവത്തിൽ അതിൽ ഞാൻ രക്ഷപ്പെട്ടത് മാതാവിൻ്റെ ഒരു ഒറ്റ ഇതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കേണ്ടി വന്നത്. അതിന് മാതാവിനും ഈശോയ്ക്ക് കോടാനുകോടി നന്ദി.